വെൽക്കം ടു K4 കിസാൻ. ഇന്ന് കോഴി ഇറങ്ങിയിട്ട് 33 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കോഴിയുടെ ഡ്രിങ്കർ ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കാരണം ഇതൊരു 4-ാം ദിവസം തൊട്ട് ഇത് ഇറക്കി കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ കോഴി പിടിച്ചു പോകുന്നവരേക്കും ഇത് തന്നെയാണ് വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ക്ലീനിങ് ആണ് മെയിൻ. ഉണ്ടോ, ഇത് ഇതിൻ്റെ ഉള്ളിലുണ്ടോ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോഴി തീറ്റയൊക്കെ തിന്നിട്ട് ആ ചുണ്ട കൊണ്ട് ഇട്ടിട്ട് ഒരു കുഴപ്പമായിരിക്കും ഇതുണ്ടാവും. അതുമാതിരി തന്നെ കോഴിക്കാട്ടം ഇങ്ങനെ ആക്കിയിട്ട് ഉണ്ടാവും. അപ്പോൾ രാവിലെ നമ്മൾ കൂടെ ഇളക്കി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളപ്പാത്രം കഴുകാറ്. ആണോ, ഈ ഒരു ചണ്ടി വെച്ചിട്ട് നന്നായിട്ട് ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കും. ഇത് ഇങ്ങനെ നമ്മൾ വെച്ചു. കാരണം നമ്മൾ 2 നേരമായിട്ടാണ് വെള്ളപ്പാത്രം കഴുകാറ്. രാവിലെ നമ്മളിങ്ങനെ ചണ്ടി വെച്ച് വരച്ച് ക്ലീൻ ആക്കും. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ ക്ലീൻ ആക്കും. വൈകുന്നേരം ഇപ്പോൾ നമ്മളൊരു 30 ദിവസം വരെ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചണ്ടിയിട്ട് കടിയിട്ട് വൈകുന്നേരം നമ്മൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ബക്കറ്റിക്ക് തൂത്ത് ഒഴിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മളൊരു 30-ാം ദിവസം തൊട്ടിട്ട് നമ്മൾ 2 നേരം ചണ്ടി വെച്ച് കഴുകുന്നുണ്ട്. കാരണം 30-ാം ദിവസം തൊട്ട് നല്ല രീതിയിൽ ഇതിൽ പൊടിയും കാര്യങ്ങളും ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് 2 നേരം ചണ്ടിയിട്ട് കഴുകുന്നുണ്ട്. കാരണം ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പണിയാണ്. കാരണം കോഴികൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കും. കാരണം തീറ്റ ഏത് നേരവും തീറ്റ നിന്നാണ്. അപ്പോൾ കോഴി വെള്ളം കുടിക്കുന്നത് ക്ലിയർ ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് 2 നേരം കഴുകി കൊടുക്കും. പിന്നെ നമ്മളിതിൽ പാത്രം കഴുകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കൊളുത്തുണ്ടല്ലോ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ കൊളുത്ത് ഇതിൽ നിന്ന് ഊരിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടോ അത് കംപ്ലീറ്റ് നമ്മുടെ കൂട്ടിൽ പോകാനായിട്ട് ഇടയുണ്ട്. കാരണം നമുക്ക് അങ്ങനെ 2-3 വട്ടം പറ്റിയിട്ടുണ്ട്. പല രീതിയിൽ പോവാം. കാരണം ഒന്ന് നമ്മളിങ്ങനെ പെട്ടെന്ന് കഴുകി പോകുമ്പോൾ ഈ കൊളുത്ത് ഇങ്ങനെ ചാടിപ്പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ ഫുള്ള് വെള്ളം ഉണ്ടോ, വെള്ളം ഇവിടെ നിൽക്കുന്നില്ല, കംപ്ലീറ്റ് നമ്മൾ കൂട്ടിൽ പോകും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. നമ്മുടെ ഈ വെള്ളപാത്രത്തിൻ്റെ മെക്കാനിസം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സ്പ്രിങ്ങിലാണ് ഇത് നിൽക്കുന്നത്. കാരണം ഇതിൽ കുറേ ഭാഗങ്ങളുണ്ട്. കാരണം ഇതുണ്ടോ, ഇതൊരു പാത്രമാണ്. ഇത് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ പാത്രത്തിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഇതുണ്ട്. ഇത് നമുക്ക് വെള്ളം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളാകുമ്പോൾ വെള്ളം ഓവറായിട്ട് വരും. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ വെള്ളം കുറച്ചേ വരുള്ളൂ. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കണ്ടോ, ഈ സ്പ്രിങ്ങിലാണ് ഈ വെള്ളം ഇപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ വേറൊരു ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് ഊരി കണ്ടോ, ഇങ്ങനെയാണ് വെള്ളം വരുന്നത്. ഇതുണ്ടോ, ഈ ഒരു വാഷർ കണ്ടോ, അങ്ങനെ കാണാൻ പറ്റും. ഈ വാഷറിലാണ് പിന്നെ വേറെ അഡ്ജസ്റ്റ് നടക്കുന്നത്. ആ വെയിറ്റിനനുസരിച്ച് ഈ ഭാഗം ഈ വാഷറിൽ ടൈറ്റായി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് വെള്ളം കൺട്രോൾ ചെയ്യുന്നത്. അതും ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്, ആ സ്പ്രിങ്ങിൻ്റെ ഇതനുസരിച്ചാണ് വെള്ളം കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതുമാതിരി തന്നെ ആ വാഷർ ഉണ്ടല്ലോ, ഈ വാഷറിന് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളം അഡ്ജസ്റ്റ് ആകത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ മൊത്തം പാത്രം ഇങ്ങനെ നേരം നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി പോകും. അപ്പോൾ നമ്മൾ ആ വാഷർ കുറേ കഴിഞ്ഞ് ദ്രവിക്കും. അപ്പോൾ അത് ദ്രവിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റി കൊടുക്കണം. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളപാത്രത്തിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ നമ്മളത് ടൈറ്റായി കൊടുത്തു. വേറെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ 2 ഭാഗം ഉണ്ടല്ലോ, ഇത് എപ്പോഴും നല്ല നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈറ്റ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് ഊരി പോകുന്നിട്ടും നമ്മുടെ ടാങ്കിലെ വെള്ളം കംപ്ലീറ്റ് നമ്മുടെ കൂട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമുക്കത് സംഭവിച്ചേക്കുന്നത് 2 വട്ടം. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല ഇങ്ങനെ. കാരണം നമുക്ക് മനസ്സിലാവും, എങ്ങനെ നമ്മൾ കഴിവ് നോക്കിയാൽ മതി, ഇങ്ങനെ വിട്ടു പോകുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5-6 വർഷം ആയതുകൊണ്ട് ഇതൊക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മളിതൊക്കെ ആക്കി വേണ്ടി മുകളിലൊരു നിപ്പിളുണ്ട്, 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, ഒരു നിപ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ നിപ്പിളിൽ നിന്നാണ് ഇതിക്ക് വെള്ളം വരുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിപ്പിളൊക്കെ പൊട്ടാം. അങ്ങനെ നമ്മൾ ഫാമിൽ ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കത് പെട്ടെന്നത് മനസ്സിലാക്കി നമുക്കത് പെട്ടെന്നത് റെഡിയാക്കാനായിട്ട് പറ്റും. നമ്മൾ രാത്രിയൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ടാങ്കിലുള്ള വെള്ളം കംപ്ലീറ്റ് കൂട്ടിപ്പോവും. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം ഒരു 750 ലിറ്റർ ടാങ്ക് ഉണ്ട്, അതിൽ നിന്നാണ് നമ്മൾ കൊടുക്കുക. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത്ര വെള്ളമേ പോവുള്ളൂ. പിന്നെ നമുക്ക് 2000 ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ഈ ചെറിയ ടാങ്കിൽ നിന്ന് കൊടുത്തിട്ട് അങ്ങനെ പോവുക. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം ഈ ഒരു പോർഷൻ കഴുകി തീർക്കാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് 2 ലൈൻ ഉണ്ട്, അത് കഴുകി ഞാൻ അവിടെ ഒരു 3 ലൈൻ ഉണ്ട്. നമുക്ക് ഈ ഷെഡിൽ വീതി കൂടുതലായതുകൊണ്ട് നമുക്ക് 5 ലൈന് വെള്ളപാത്രം കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.